ഹലോ ഫാമിലി. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ പലരും ഇപ്പോൾ യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെല്ലാവരും ചെയ്തു കഴിഞ്ഞാണ്. പക്ഷേ അതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണം തോന്നി. പിന്നെ അതിൽ ചിന്തിക്കാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എനിക്ക് പറയണം തോന്നി. പിന്നെ എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒരു ചെറിയ ചാനലാണ്, ഒരു 1-2 വർഷം ആയിട്ടുള്ളൂ. എന്നാൽ പോലും ഞാനും ബ്യൂട്ടി പ്രൊഡക്റ്റ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഞാനൊരു പ്രൊമോഷൻ വീഡിയോ കൊളാബോ ഒന്നുമല്ല ചെയ്യുന്നത്. പല വീഡിയോസിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിച്ച പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും മാറ്റിയും മറിച്ച് ഉപയോഗിച്ച് ഞാൻ കാണിക്കുന്നത്. പുതിയതാണെങ്കിൽ ഞാനത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇന്നതാണ് പ്രൊഡക്റ്റ്, ഇന്ന സ്കിൻ സ്റ്റോൺകാർക്ക് പറ്റിയതാണ്, ഇത് ഉപയോഗിച്ചിട്ട് സാധാരണ രീതിയിൽ എന്താ നമുക്ക് വരുന്നത്, വല്ല കരിവാളിച്ച് പോവുകയോ അല്ലെങ്കിൽ പിമ്പിൾസ് കൂടുതലായിട്ട് വരികയോ ഒക്കെ ചെയ്യുന്ന പ്രൊഡക്റ്റാണെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താറില്ല. ഞാനത് എടുത്ത് പറയാറുമുണ്ട്. പിന്നെ സംഭവം ഇത്രയും നാൾ ഉപയോഗിച്ച് പിമ്പിൾസ് ഒന്നും വരുന്നില്ല കേട്ടോ, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഞാനിട്ട് അതേപോലെ പറയാറുണ്ട്. നിങ്ങൾക്ക് പിമ്പിൾസോ മറ്റുള്ള കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോന്നുള്ളത്. എന്നെ ന്യായീകരിക്കാനുള്ള വീഡിയോ അല്ലേ ഇത്, ഞാൻ പറഞ്ഞു വെച്ചു എന്നുള്ളൂ. കല്യാണിയുടെ ഇതിനു മുമ്പും ഞാൻ ആ സൺ പ്രൊട്ടക്ഷൻ ക്രീമിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കല്യാണിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, കല്യാണിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കല്യാണിയുടെ തന്നെയല്ല കുറച്ച് പേരുടെ ഒരു പ്രശ്നം, നമ്മൾ നെഗറ്റീവ് വിളിച്ച് പറയുമ്പോൾ അതും കൂടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം, അല്ലാതെ സ്ട്രൈക്ക് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഞാനിതിൽ കല്യാണിയുടെ വോയിസോ റീൽസോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കാത്തത് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. ഇതിൽ 2-3 കാര്യം എനിക്ക് കുറ്റമല്ലാത്തത് പറയാനുണ്ട്. കല്യാണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കയറി വന്നൊരു കയറ്റം നമ്മളെല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു കാര്യങ്ങളൊക്കെയാണ്. കുറേ എല്ലാമല്ല, എത്തിക്സ് ഇല്ലാത്ത ഒരു പരിധി വരെ എത്തിക്സ് വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം എൻ്റെ യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, എത്തിക്സ് ഒന്നുമില്ലാതെ നമുക്ക് മാത്രം ലാഭം മതി, നമുക്ക് മാത്രം നല്ലത് മതി എന്ന് ഒരു നയം എടുക്കുന്ന യൂട്യൂബേഴ്സിനെ എനിക്ക് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കല്യാണിനെ സംബന്ധിച്ചും വന്നിരിക്കുന്നത് അതൊക്കെ തന്നെയാണ്. കാരണം കല്യാണിയുടെ ഒരു ഷോർട്സ് വന്നപ്പോഴേ അതിന് റിയാക്ഷൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഞാനത് ചെയ്യാതിരുന്നതിൻ്റെ കാര്യം, നമ്മൾ എന്താണെന്ന് അറിയട്ടെ. അല്ലാതെ ഒരാൾക്കൊക്കെ എല്ലാവരുടെയും കമൻറ്റ് വന്നു, ഒരുപാട് ചതി പറ്റിയപ്പോൾ നിങ്ങൾക്ക് വിഷമമായല്ലേ, നിങ്ങളുടെ ഓരോ പ്രൊഡക്റ്റ് ഞങ്ങൾ മേടിച്ചിട്ട് ഞങ്ങൾക്കത് പറ്റാതെ വന്നിട്ട്, അല്ലെങ്കിൽ സ്കിന്നിന് ഒട്ടും പറ്റാത്തതായിരുന്നു എന്ന് തോന്നിയപ്പോഴെല്ലാം ഞങ്ങൾക്കും വിഷമം വന്നു. 300 രൂപയാണെങ്കിലും 500 രൂപയാണെങ്കിലും ഞങ്ങളുടെ പൈസ പോയപ്പോൾ ഞങ്ങൾക്ക് വിഷമം വന്നു എന്ന് പറയുന്ന ഒരുപാട് മലയാളികളുണ്ട്, ഇല്ലേ? ഒരുപാട് മലയാളികളുണ്ട്. ദൈവത്തിന്റെ സഹായം കൊണ്ട് കല്യാണി പ്രൊമോട്ട് ചെയ്യുന്ന ഒരൊറ്റ ക്രീമും ഞാൻ മേടിച്ചിട്ടില്ല. സെയിം ടൈം യൂട്യൂബേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ക്രീമുകൾ മേടിച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെ വീഡിയോ ചെയ്യാൻ തോന്നിയില്ല. കാരണം പുള്ളിക്കാരിക്ക് പറയാനുള്ളത് കേൾക്കട്ടെ. കാരണം ഇങ്ങനെ എനിക്ക് ചിന്തിച്ചത്, ഈ ഒരു കാര്യത്തിന് സർട്ടിഫിക്കറ്റ് തന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന്റെ ബില്ല് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഡിപ്രഷനിലൊക്കെ പോകും ആൾക്കാർ. എനിക്ക് തോന്നിയില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. കാരണം കല്യാണിക്ക് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് കമന്റ്സും ഒരുപാട് വരുന്ന ഒരു ആളാണ്. നെഗറ്റീവ്സ് ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതൊക്കെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത ഒരാൾക്ക് ബില്ല് തന്നില്ല, പ്രത്യേകിച്ച് ഒരു MVD, ഒരു ഇതില് പോലീസ് എന്നല്ല MVDയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ഉള്ളപ്പോൾ കുറച്ചുകൂടി ധൈര്യം വരേണ്ടതാണ്. അങ്ങനെ ഒരാൾക്ക് എങ്ങനെ ഡിപ്രഷൻ വരുമെന്ന് ഞാൻ ആലോചിച്ചിട്ടോ. ഡിപ്രസ്ഡ് ആയിപ്പോയി, ഞാൻ ആകെ തകർന്നു പോയി, എനിക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നു. അപ്പോഴും ഞാൻ ചിന്തിച്ച കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോഴും ഞാനും എല്ലാവരെ പോലെ വെയിറ്റ് ചെയ്തു ലോങ് വീഡിയോ വരട്ടെ എന്ന്. ഓക്കെ, ലോങ് വീഡിയോയിൽ ഈ പറഞ്ഞ ക്ലിനിക്ക് ഉള്ള കാര്യം ഞാൻ പറയാം. ഞാൻ ആ ലേഡീനെ, അവിടുത്തെ ഓണറിന്റെ ഫോളോ ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ല ട്രീറ്റ്മെൻറ്റും ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരെ പല ഇൻ്റർവ്യൂസിലൊക്കെ അവർ പറയുന്നുണ്ട്, നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് എനിക്ക് മഞ്ജു വാര്യറിനെ പോലെയാണ്, എനിക്ക് നല്ല ജോലൈൻ വേണം. ഇപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് ജോലൈനൊക്കെ ഒന്നും അധികമില്ല, എന്നാൽ പോലും എനിക്ക് നല്ല ജോലൈൻ വേണം, ഇവിടുത്തെ ഡബിൾ ചിന്നൊക്കെ ഇങ്ങനെ പോകണം, മൂക്കിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റണം, എൻ്റെ ഹൈബ്രോസ് ഇങ്ങനെ ചെയ്യണം, ഇവിടുത്തെ ചുളിവ് മാറണം. ഇതിനെല്ലാം നല്ല പൈസ മുടക്കണം, മനസ്സിലായോ? നല്ല പൈസ. എനിക്ക് മൊത്തത്തിൽ വെളുത്തിട്ട് പാറണം, പൈസ മുടക്കാം. അതേസമയം എൻ്റെ സ്കിൻ തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ മതി, എൻ്റെ ഇതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് പൈസ കുറവാണ്. അവർ തന്നെ അവരുടെ ഇതിനെക്കുറിച്ച്, ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ സ്റ്റാഫിനെ വിളിച്ച ഒരു വോയിസ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കല്യാണി കൊളാബ് ചെയ്യട്ടെ എന്ന് ചോദിച്ചായിരുന്നു. ഞാൻ ചെയ്തോട്ടെ എന്ന് റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അങ്ങോട്ട്
ഒരു റീൽസോ അല്ലെങ്കിൽ അവരെ കുറിച്ച് ഒരു പോസിറ്റീവോ പറഞ്ഞ ഫ്രീ ആയിട്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് നടക്കും. അതാണ് കൊളാബ് എന്ന് പറയുന്ന കുറച്ച്, അതിൽ കമ്മീഷനും കിട്ടും അങ്ങനെയൊക്കെ കേട്ടോ. പല രീതിയിൽ കൊളാബ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയുന്നില്ല. അത് അവർ അനുവദിച്ചില്ല, കാരണം അവർ കൊളാബ് വീഡിയോസ് അധികം പ്രൊമോട്ട് ചെയ്യുന്നു അതല്ല, കാരണം അല്ലാതെ തന്നെ ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കല്യാണി അവരെ ഭീഷണിപ്പെടുത്തി എന്ന് പറയണ്ടായിരുന്നു. അവിടെ 8 മാസം ട്രീറ്റ്മെന്റ് എടുത്തിട്ട് കൊളാബ് റിജക്റ്റ് ചെയ്തു. രണ്ടാമത് വേറൊരു സ്ഥലത്ത് പോയിട്ട് സ്കിന്നിന്റെ വില ചോദിച്ചപ്പോഴേക്കും വില കൂടുതലായിട്ട് തോന്നി. അപ്പോഴേക്കും മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. മനസ്സിലായോ? സ്കിൻ എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന സമയം ഇപ്പോൾ എറണാകുളത്ത് മെഡിക്കൽ ഡ്രസ്സിൽ കൊടുക്കുന്ന ഒരേ വിലയായിരിക്കില്ല ചിലപ്പോൾ അവിടുത്തെ ലക്ഷോറിൽ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ വിശ്വസിക്കാൻ പറ്റണം. പിന്നെ ഈ കൊല്ലത്ത് നിൽക്കുന്ന കല്യാണി തിരുവനന്തപുരം വരെ പോകുന്നെങ്കിൽ അത്രയും റെഫർ ചെയ്ത്, ഞാനാണെങ്കിൽ അത്രയും ദൂരെ ഞാൻ പോയി ഒരു ഡോക്ടറെ ചെയ്യുന്ന ആ ഡോക്ടറെ അത്രയും ഞാൻ അന്വേഷിച്ചിട്ടുണ്ടാവും. അത്രയും ഫേമസ് ആയിരിക്കണം, അത്രയും ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒരുപാട് റിസൾട്ട് ഒക്കെ കണ്ട് മൊത്തം അന്തം വിട്ടിട്ടേ നമ്മൾ പോകത്തുള്ളൂ. അല്ലാതെ അല്ലെങ്കിൽ അത്രയും എനിക്ക് എൻ്റെ സ്കിൻ ഇങ്ങനെ ആക്കണം എന്നൊരു ഇതുണ്ട്. അതിനുവേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും യാത്ര ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവണം. കല്യാണിനെ സംബന്ധിച്ച് 8 മാസമായിട്ട് അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ബില്ല് തരില്ല എന്ന് തന്നിട്ടില്ല എന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ക്ലിനിക്ക്, അവർക്ക് GST മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ബില്ല് ഉറപ്പായിട്ടും തന്നിരിക്കും. അവരുടെ അടുത്ത് ഒരു ബില്ല് ഉണ്ടാവും. നമുക്ക് മെയിൽ വരുന്ന മിക്കവാറും ഇപ്പൊ ക്ലിനിക്കുകളിലൊക്കെ നമുക്ക് മെയിൽ ത്രൂവും കൂടി ബില്ല് വരാറുണ്ട്, കോപ്പി. ഓക്കെ, ബില്ല് തന്നില്ല. അങ്ങനെ ഇവര് പറയുന്ന കാരണങ്ങളും അവരുടെ ഹോസ്പിറ്റലുകാർ പറയുന്ന കാരണങ്ങളും തമ്മിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ പൈസ കൂടുതലാണോ? നമ്മളൊരു ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ ഓക്കെ ഹോസ്പിറ്റലുകാർ പറഞ്ഞില്ലെന്ന് പറയുന്നു, പറയാതിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കണില്ല. കാരണം ഞാൻ ഒരുപാട് സ്കിൻ ട്രീറ്റ്മെന്റിന് പോയിട്ടുള്ള ഒരാളാണ്. നമ്മളോട് ആദ്യം തന്നെ ഇന്നൊരു കാര്യത്തിന് ഇത്ര എമൗണ്ട് ആവും, ഇത്ര സെക്ഷൻ ചെയ്യേണ്ടി വരും എന്നൊക്കെ കൃത്യമായിട്ട് സ്കിന്നിന്റെ ക്ലിനിക്ക് വരും. ഒരു പെട്ടിക്കട എല്ലാവരും നടത്തിക്കൊണ്ടു പോകുന്നതെന്നുള്ള വ്യക്തമാണ്. മനസ്സിലായോ? രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളത് ചോദിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മളുടെ ഒരു ഇതാണ് എത്രയാവും എൻ്റെ ട്രീറ്റ്മെന്റിന്, മനസ്സിലായി? അതല്ലെങ്കിൽ ഒരു മരുന്ന് മേടിക്കുന്നു, ഈ മരുന്നിന് ഒരു മാസത്തേക്ക് എത്ര രൂപയാവും? ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതൊന്നും നിങ്ങൾ ചോദിച്ചോ ഇല്ലേന്ന് അറിയത്തില്ല. മനസ്സിലായോ? അപ്പോ ഇതില് കല്യാണിനോട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ അവിടെ ഒരു ട്രീറ്റ്മെന്റിന് പോയി, നിങ്ങൾ ആ ട്രീറ്റ്മെന്റിന് ആദ്യത്തെ എത്ര രൂപയായെന്ന് നിങ്ങൾ ചോദിച്ചിരുന്നോ? പിന്നെ ലാസ്റ്റ് എല്ലാം കുളവായി കഴിയുമ്പോൾ ഒരു സ്ഥാപനത്തിൽ ഇരുന്നിട്ട് മറ്റേ മെറ്റാ ക്ലാസ് ഒക്കെ വെച്ചിട്ട് ഞാനിവിടെ മൊത്തം റെക്കോർഡ് ചെയ്യും, ഞാനിപ്പോൾ ലൈവ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരാളുടെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് കരുതി അയാളുടെ കീഴിൽ അയാളെല്ലാവരെയും പേടിച്ച് ജീവിക്കണം എന്നൊരു ഇതൊന്നുമില്ല. ഇവിടെ വേറെ നിയമങ്ങളുണ്ട്. മനസ്സിലായോ? ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഇൻസിഡന്റിന് അല്ലാതെ നിങ്ങളെല്ലാം ക്യാമറ എടുത്ത് ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യത്തിന് പോലും ക്യാമറ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ പോകുന്നവരുണ്ട്. പിന്നെ കല്യാണിയുടെ ഒരു കേസിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൂടാതെ ഇവിടെ വേറൊരാളും കൂടി ഇവിടെ വരേണ്ടത് ഗ്ലാമി ഗംഗനെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിരുന്നു. പണ്ട് ഒരുപാട് വീഡിയോ കാണും, പിന്നെ അതങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് കളഞ്ഞ് പിന്നെ കല്യാണം ആയപ്പോഴാണ് വീഡിയോ കാണാൻ തുടങ്ങിയത്. വീഡിയോ കാണാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അപ്പൊ യൂട്യൂബിൽ ഇവരുടെ തന്നെ വീഡിയോസ് കയറി വരും. അപ്പോ ഗ്ലാമിനോട് കൂടി ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ ഓരോരോ പ്രൊഡക്റ്റ് വന്നിട്ട് ഇത് അടിപൊളിയാടാ, സൂപ്പറാടാ, നിങ്ങൾ അങ്ങോട്ട് മേടിച്ചോടാ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എത്ര നാളും ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഈ സൂപ്പറാണെന്ന് പറയുന്നത്? മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ഇന്നിപ്പോ നിങ്ങൾ ഇത് നിങ്ങൾ എന്താണെങ്കിലും മേടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് വാങ്ങിച്ചത് കയ്യിൽ എത്തുന്നതിന് മുമ്പേ അടുത്തത് സെയിം കാര്യത്തിന് ഇങ്ങനെ തിളങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രീമാണെന്ന് ഒരു സ്റ്റോപ്പ് ക്രീം, അതായത് ഇവിടേക്ക് ഒന്ന് തിളങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രീമാണ് ഉദാഹരണം തരുക. ഇന്ന് അവർ പറയും സൂപ്പറാടാ, മേടിച്ചോടാ, ഹോ എന്നൊക്കെ പറഞ്ഞ് കുറെ ഇതൊക്കെ കാണിച്ചിട്ട് നമ്മളത് മേടിച്ച് ആ പാർസൽ കയ്യിലെത്തുമ്പോ അടുത്ത റീല് വന്നിട്ടുണ്ടാവും, അയ്യോ ദേടാ ഇതും കൊണ്ടല്ലേ ഇങ്ങനെ അലിഞ്ഞു പോകുന്നതേ വീണ്ടും തിളങ്ങണം, രണ്ടാമത്തെ തിളക്കത്തിന്റെ ക്രീമായേ. അപ്പൊ നമ്മൾ ഈ മേടിച്ച ആൾക്കാര് അപ്പൊ ഇതല്ലേ സൂപ്പർ, അപ്പൊ ഇതാണോ? എനിക്ക് പറയുന്നത് പ്രൊമോഷൻ ചെയ്യണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് വരുമ്പോൾ അത് പറയണ്ട ഇല്ലെന്നല്ല പറയണ്ട. പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളോട് പറയാതെ നിങ്ങൾക്ക് ഇത്രേ ബഡ്ജറ്റ് ഉള്ളൂ, നിങ്ങൾ ഇത് മേടിച്ചെങ്കിൽ ഇത് തന്നെ ഉപയോഗിച്ചാൽ മതി, ഇതുള്ളവർ അത് തന്നെ ഉപയോഗിച്ചാൽ മതി. എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റ് വന്നപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, പൈസ ഉള്ളവർക്ക് ഇത് മാറി ഉപയോഗിച്ചോട്ടെ. എന്തെങ്കിലും ഒരു
മനുഷ്യത്വപരമായിട്ടൊരു വേർഡ് പറയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ നിങ്ങളുടെ സ്കിൻ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ സ്കിൻ ഇങ്ങനെയാണ്, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ എന്നെ സംബന്ധിച്ച് അത്യാവശ്യം വരുമാനമുണ്ട്, എനിക്കിത് മാറി മാറി ഉപയോഗിക്കുന്നു തോന്നുമ്പോൾ ഞാൻ ഇത് മേടിക്കാറുണ്ട്. അല്ലെങ്കിൽ പറയണം പല പല ബഡ്ജറ്റിലുള്ള പല പല ക്രീമുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കി നിങ്ങളുടെ സ്കിൻ നോക്കി മേടിക്കണം. ഇത് ലിപ്സ്റ്റിക്കിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഈ പറഞ്ഞ സ്കിന്നിന്റെ കാര്യത്തിൽ എല്ലാത്തിനും ഗ്ലാമി വെച്ചലക്കുവാണ്. എനിക്ക് തോന്നുന്നത് കല്യാണമൊക്കെ ഒറ്റക്ക് നടത്തി ഇനിയിപ്പോ ഇങ്ങനെയുള്ള കുറച്ച് പൈസയും കൂടെയൊക്കെ കുറച്ചൊക്കെ അടങ്ങാം കേട്ടോ. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, കുറച്ചൊക്കെ അടങ്ങാം. ഇങ്ങനെ എല്ലാ ദിവസവും ഓരോന്നും അങ്ങോട്ട് ഒരു ദയദാക്ഷിണ്യം ഇല്ലാതെ അങ്ങോട്ട് വെച്ചലക്കുവാണ്. അത് ഇച്ചിരി നമുക്ക് തന്നെ തുടങ്ങും. പിന്നെന്ന് വെച്ചാല് കാണുന്നവർക്ക് ഒരു ബോധം വേണം. ഇപ്പൊ അവര് തന്നെ തിരിച്ചു പറയും, നിങ്ങൾക്ക് കാണുന്നവർക്ക് ചിന്തിച്ചു വാങ്ങിക്കൂടെ, ഞങ്ങൾ ഓരോ പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ചിലത് ഫ്രീ ആയിട്ട് കിട്ടും, പ്രൊമോഷൻ ആയിട്ട് കിട്ടും, അപ്പൊ ഞങ്ങൾ അങ്ങ് പറയുന്നു നിങ്ങൾക്ക് അങ്ങോട്ട് ചിന്തിച്ചങ്ങോട്ട് മേടിച്ചാൽ പോരെ, അത്ര ബോധമുള്ള ഒരു ചാനൽ കണ്ടാൽ മതി. ഇവരൊക്കെ ഇങ്ങനെ മെഴുകോട്ടോ. ഒരു പരിധി വരെ നമ്മൾ പബ്ലിക്കിന് ഒരു ബോധം വേണം. ഇന്നലെ വന്ന ഒരു ക്രീം അത് തന്നെയല്ലേ, ദേവന്യ വീണ്ടും ഒരു ക്രീം, അപ്പൊ ഇത് ഏത് മേടിക്കും എന്നൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ ക്രീം എനിക്ക് പറ്റുമോ, അപ്പൊ എന്റെ സ്കിന്നിന് പറ്റുന്നില്ല, ഒരുപാട് ചിന്തകൾ കയറി വരും ഇങ്ങനെ കാണുമ്പോൾ, ഈ വീഡിയോ കാണുമ്പോൾ. പിന്നെ കല്യാണി വീഡിയോ ചെയ്യുവാണെങ്കിൽ ഇത് കാണോ ഇല്ലെന്നൊന്നും അറിയില്ല, നിങ്ങൾക്ക് ആ ക്ലിനിക്കിൽ പറയുന്നുണ്ട് സ്റ്റിറോയിഡ് കണ്ടന്റ് ഉള്ള ഒരു വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാട് വന്നത് സ്റ്റോപ്പ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് ഡോക്ടർ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. പാട് വന്നതും മുഖത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് പറയണം, നിങ്ങൾ അത് റീൽസ് ആയിട്ട് ആ ക്രീമിന്റെ പ്രൊമോഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഡിലീറ്റ് ചെയ്യണം. നിങ്ങൾ ഏത് ക്രീമാണ് ഉപയോഗിച്ചത് എന്ന് പബ്ലിക്കിനോട് ദയവായി പറയണം. കാരണം നിങ്ങളൊക്കെ ചിലപ്പോൾ അത് റീൽസ് ഒക്കെ ചെയ്ത് പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് പണി കിട്ടിയപ്പോഴേക്കും ഒന്നും അറിയാത്തവരെ നല്ല പൈസയും ഉണ്ട്, പോയി ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ കണ്ട് മേടിച്ച് ഉപയോഗിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയുന്നേ. ഞാനൊരു പ്രതിഷേധം അറിയിക്കാത്തത്, ഒരു ഭാഗം ഹോസ്പിറ്റലിലെ ഭാഗം നമ്മൾ കേട്ടു, ഇപ്പുറത്തെ ഭാഗം കല്യാണിയുടെ കേൾക്കണം. സെയിം ടൈം നമ്മൾ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് കുറേയധികം നിൽക്കുന്നതിന്റെ കാരണം കല്യാണി ഒരുപാട് കാലമായിട്ട് ഒരു എത്തിക്സ് ഇല്ലാത്ത വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇത് വേണം, അപ്പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യജീവിയാണ്, അല്ലെങ്കിൽ ഇത്രയും സബ്സ്ക്രിപ്ഷൻ ചെയ്തത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, എന്നോടുള്ള വിശ്വാസം കൊണ്ടാണ്. അപ്പൊ അവരോട് കാണിക്കേണ്ട കുറച്ച് എത്തിക്സ് ഉണ്ട്. പിന്നെ കല്യാണി ഇടുന്ന ഡ്രസ്സിന്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. കുറേ അധികം ഡ്രസ്സുകൾ ഞാൻ മേടിച്ചിട്ടുണ്ട്, കുറേയൊക്കെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. നല്ലതാടാ ഈ ചുരിദാർ മെറ്റീരിയൽ. ഷോളിനൊക്കെ ഭയങ്കര നീട്ടമെന്ന് പറയുന്നുണ്ട്. എൻ്റെ പൊന്നു കല്യാണി, ഇതിനൊക്കെ ഷോളിനൊന്നും നീട്ടൂല്ലാതെ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഉള്ള കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഈ ഒരു റീൽസ് ഇടും, അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ കമ്മീഷൻ മേടിക്കും, നിങ്ങൾക്ക് വേണ്ടാത്തത് നിങ്ങൾ റിട്ടേൺ അയക്കും. പക്ഷെ പാവം പിടിച്ച് ഞങ്ങളെ പോലുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ കല്യാണി. ഉള്ള കാര്യം ഞാൻ പറയുന്നത്, ഷോളിന് ഒട്ടും നീട്ടൂല. നിങ്ങൾ നീട്ടുണ്ടെന്ന് പറയും, ഞങ്ങളത് പോയി മേടിക്കും. അതുകൊണ്ട് ഞാൻ ഈ സംസാരിക്കുന്ന ഞാൻ വരെ അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായപ്പോൾ അറിഞ്ഞിട്ട് പോലും ക്ലിക്ക് ചെയ്യണ്ടെങ്കിൽ ഇതൊന്നും ഈ ഓൺലൈൻ മാഫിയ എന്ന് തന്നെ പറയാം. ഇതൊന്നും അറിയാത്ത ആൾക്കാര് എവിടെയൊക്കെ പോയി എത്ര സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് പുറത്ത് വരേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാർ തെറ്റാണെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഉപയോഗിക്കുക. അതായത് ഈ പറഞ്ഞ സിറംസ് ഒക്കെ ഉണ്ട്, അതായത് സ്കിൻ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന നയാസിനിമൈഡ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ സി, അങ്ങനെയുള്ള കുറെ സിറംസ് ഉണ്ട് സ്കിന്നിന്റെ ഡാമേജിന് വേണ്ടിയിട്ട്. ഇതെല്ലാം നിർബന്ധമായിട്ടും മിനിമം ഒരു മാസമെങ്കിലും ഉപയോഗിക്കാതെ ഇത് നല്ലതാണെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഇവര് പീലിങ്ങിന്റെ ഒക്കെ ഈ ഗ്ലാമി ഗംഗ ഈ സ്കിൻ പോകുന്നതാണ്, ഭയങ്കര സെൻസിറ്റീവ് ആണ്, പുകഞ്ഞ് തള്ളുന്ന പീലിങ്ങിന്റെ ഒക്കെ കുറെ പ്രൊമോഷനായിട്ട് വരുന്നുണ്ട്, കൊളാബൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് ഡോക്ടേഴ്സിന്റെ സാന്നിധ്യത്തിൽ ചെയ്യുന്ന കുറേ അധികം ശ്രദ്ധിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ മേടിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് റീൽസിൽ പറഞ്ഞു പോകുന്നത് കാണുന്നുണ്ട്. അപ്പൊ ദയവ് ചെയ്ത് ഈ പബ്ലിക്കിനോടാ പറയുന്നത്, ഇതുങ്ങളെ പുറകെ പോകുന്നതിൽ പ്രശ്നമൊന്നുമില്ല. മേക്കപ്പ് പ്രൊഡക്റ്റുകൾ നമ്മൾ ആദ്യം തന്നെ അറിയേണ്ടത് നമുക്ക് കരിവാളിപ്പോ സ്കിൻ ചേഞ്ചസോ പിമ്പിൾസോ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നാണ് ആദ്യം. പക്ഷേ സ്കിന്നിന് ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള സിറംസ് ദയവ് ചെയ്ത് ഇത് കണ്ടൊന്നും മേടിച്ചാലും ഉപയോഗിക്കരുത്. കാരണം സിറംസിന്റെയൊക്കെ റിസൾട്ട് വരുന്നത് മിനിമം ഒരു മാസമെങ്കിലും ഉപയോഗിക്കാതെ ഒരു റിസൾട്ടും വരത്തില്ല. നിങ്ങൾ എൻ്റെ ചാനലിൽ ബ്യൂട്ടി ബ്ലോഗ്സ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സൺ പ്രൊട്ടക്ഷൻ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും എൻ്റെ നമ്പർ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും വീഡിയോ കോൾ ചെയ്യുക. ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തീർന്ന് അതുമേ കഴുക്ക് പിടിച്ചിരിക്കണ്ടാവും, പിടിച്ച് ഇവരൊക്കെ ഉപയോഗിക്കുന്നത് കറക്റ്റ് ഫ്രഷ് ആയിട്ടുള്ള സാധനം ഇല്ലേ.
ചില ലിപ്സ്റ്റിക്കുകൾ ഇടുമ്പോൾ ഞാൻ ചില സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്, ലിപ്സ്റ്റിക്കുള്ള ഷെയ്ഡുകൾ ഇടുമ്പോഴേക്കും അവർ ഉപയോഗിക്കുന്ന ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്, അത് ക്ലിക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ ആ ഷെയ്ഡ് ആയിരിക്കില്ല, ഒരു 10-15 ഷെയ്ഡ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്നുള്ള രീതിയിൽ ഏതെങ്കിലും മേടിക്കട്ടെ ആൾക്കാരെന്നുള്ള രീതിയിൽ. ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ലാത്ത ഒരാളാണെങ്കിൽ അയ്യോ ഇതിൽ ഏതാണ്, ഏതോ ഒരു ലിപ്സ്റ്റിക് ആയിരിക്കും, ഏതെങ്കിലും മേടിക്കും. ഇതിനൊക്കെ ഒരു അവസാനം വേണം. ഇത് മിണ്ടാതിരുന്നിട്ട് കാര്യം ഇല്ല. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിക്കുന്നത്. അപ്പൊ നിർബന്ധമായിട്ടും കല്യാണിയുടെ വീഡിയോ ചെയ്തേ പറ്റത്തുള്ളൂ. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയണം. അതുകൂടാതെ കല്യാണി ഉപയോഗിച്ച സ്റ്റിറോയിഡ് കണ്ടന്റുള്ള ക്രീം ഏതാണ്, വൈറ്റനിങ് ക്രീം ഏതാണ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ക്ലിനിക്കുകാർ പറയുന്നുണ്ട്, അത് ഡോക്ടർ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന്, അതായത് ആ ക്രീം ഏതാണെങ്കിലും അത് കല്യാണി പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ ഇതൊക്കെ റീൽസ് ഇട്ടിട്ടുണ്ടാവും, ആരുടെയൊക്കെ കയ്യിൽ ഈ ക്രീം എത്തിയിട്ടുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ലീഗലി മൂവ് ചെയ്യേണ്ടാവില്ല. അപ്പോ ഇത് റീൽസ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാരെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണ്ടേ. അപ്പൊ കല്യാണിയുടെ മറുപടി കാത്തിരിക്കാം. അല്ല കല്യാണി മറ്റേ സ്ട്രൈക്ക് ചെയ്ത് എല്ലാ ചാനലും കളയാനാണെങ്കിൽ എത്ര ചാനൽ കളയും എൻ്റെ പൊന്നു കല്യാണി. എത്രയോ ചാനലുകാർ ഇത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. സാധാരണ വീട്ടമ്മമാര് വരെ റിയാക്ട് ചെയ്ത് തന്നിട്ട് അവരെ സംബന്ധിച്ച് അവർക്ക് വ്യൂവോ കാര്യങ്ങളോ വെച്ചിട്ടല്ല അവർ റിയാക്ട് ചെയ്തത്. കാരണം ഒരു സോഷ്യൽ മീഡിയയിൽ ഹാൻഡിൽ ചെയ്യണത് ഇതിനൊക്കെ പ്രതികരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയ. പിന്നെ അവരെ സംബന്ധിച്ച് വ്യൂ ഒന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാനിത് വ്യൂ കിട്ടാനോ റീച്ച് കിട്ടാനോ ചെയ്യുന്നതല്ല. ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ നമ്മൾ വീടിന്റെ അകത്തിരുന്ന് സംസാരിക്കേണ്ട കാര്യമല്ല ഇതൊക്കെ പബ്ലിക്കിൽ വന്ന് തന്നെ സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. എന്തായാലും കല്യാണി കുറച്ച് കാര്യങ്ങൾക്ക് ആൻസർ തന്നേ പറ്റത്തുള്ളൂ. 8 മാസം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒരൊറ്റ ബില്ല് കിട്ടാതെ കല്യാണി പോരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കല്യാണിക്ക് ഡിപ്രഷൻ വന്നാൽ എനിക്ക് തോന്നുന്നത് വിചാരിക്കാതിരിക്കാതെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല പ്രൊഫൈലും അത്യാവശ്യം നല്ല ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആള് കോടതിയിൽ കേസ് ഫയൽ ചെയ്തപ്പോഴേക്കും കല്യാണിയുടെ റിലേ പോയിട്ടുണ്ട്, അത്ര തന്നെ. പിന്നെ കല്യാണി ഏതോ ഒരു സ്ഥലത്ത് പറയുന്നുണ്ടായിരുന്നു, ഏതോ ഒരു ഷോർട്സിൽ പറയുന്നുണ്ട്, നമ്മൾ ഈ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ആലോചിക്കണേ, ഞാനപ്പോൾ ഓരോന്ന് വായിച്ചു നോക്കാതെ ഒപ്പിട്ട് കൊടുത്തതിന്റെ പണിയേ അതിൻ്റെ. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ സ്കിന്നിന്റെ ട്രീറ്റ്മെന്റിനൊക്കെ ഐ വി ഒക്കെ എടുത്തെന്ന് പറയുന്നുണ്ട്, ബോഡി മൊത്തം വെളുക്കാൻ വേണ്ടിയിട്ടൊക്കെ. IV എടുക്കുമ്പോൾ നമ്മളൊരു സാധനം സൈൻ ചെയ്ത് കൊടുക്കും, അതിലെന്തൊക്കെ എഴുതി എന്നുള്ളത് വായിച്ചു നോക്കാറില്ല. അല്ലെങ്കിൽ അവിടെ വരുന്ന കാര്യങ്ങൾ, അവരുടെ റൂൾസ് ആൻഡ് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് കൊടുത്തതിനെ കുറിച്ചായിരിക്കാം എന്നാണ് കരുതുന്നത്. കാരണം ജനങ്ങൾ ഓരോന്നേ തീരുമാനിക്കുന്നതിന് മുമ്പ് കല്യാണി എന്താണെങ്കിലും വീഡിയോ ആയിട്ട് വരിക. പിന്നെ മെഴുകാനുള്ള വീഡിയോ ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. എന്താണോ നിങ്ങൾക്ക് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിലും അത് തെറ്റായി പോയി എന്ന് പറയുന്ന ഒരു രീതിയാണ് പബ്ലിക് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലെ മെഴുകാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് വരണ്ട. കാരണം ഓൾറെഡി അവര് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് അവര് ആ ഒരു ഫോൺ റെക്കോർഡിങ് അത് ഔട്ട് ചെയ്തത് അവർക്ക് അവരുടെ ഭാഗത്ത് കുറേ കാര്യങ്ങൾ സത്യമുള്ളതുകൊണ്ടും അവരത്രയും പബ്ലിക്കിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് 2-3 മാസമായിട്ടുള്ള ഏതോ ഒരു സ്ഥലത്തുനിന്ന് വന്ന കച്ചറ ക്ലിനിക്ക് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും കല്യാണിയുടെ വീഡിയോ വരുമെങ്കിൽ നമുക്കത് കാണാം. പക്ഷെ അത് എനിക്ക് തോന്നണം ഇനിയിപ്പോ വീഡിയോ ചെയ്താൽ അതൊരു മെഴുകലായിട്ട് വരാനേ ചാൻസസ് ഉള്ളൂ. അതേസമയം സാരിയും ഇതൊക്കെ കൊടുത്തിട്ടുള്ള തെക്കുവടക്ക് വീഡിയോകളും കൊളാബുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ വീണ്ടും കൊളാബ് കൊടുക്കുന്നവര് വേണം തല്ലാനായിട്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.